ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ്. ബിഗ് ബോസ് പ്രേമികൾക്കെല്ലാം വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയാണിത്. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എൻട്രി എപ്പിസോഡായിരുന്നു ബിഗ് ബോസ് സീസൺ 7. എന്തൊക്കെയോ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ അതിലേക്കെല്ലാം കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ആദ്യം തന്നെ ലാലേട്ടന്റെ വളരെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള എൻട്രിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസ് ആയാലും ഒരുപാട് പുതുമ തോന്നി. വളരെ അധികം മനോഹരമായിട്ട് തന്നെ ആർട്ട് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിഗ് ബോസ് ഹൗസാണ് ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആർട്ട് വർക്കൊക്കെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബംഗ്ലാവ് പോലെ സുന്ദരമായിട്ടുള്ള ഒരു ബിഗ് ബോസ് ഹൗസാണ് ഇപ്രാവശ്യം കാണിക്കുന്നത്. ഇപ്രാവശ്യം ലാലേട്ടൻ തന്നെയാണ് എല്ലാം ഡിസൈൻ ചെയ്ത് അദ്ദേഹം തന്നെ നിന്നാണ് ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ഹൗസിന്റെ നിർവഹിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കിച്ചൺ ആയാലും വളരെ മനോഹരമാണ്, വളരെ മനോഹരവും വലുതുമാണ്. അതുപോലെ തന്നെ പ്രത്യേകം ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ട്, നേരത്തെ കിച്ചണിൽ അതില്ല ഇതില്ല അങ്ങനെ പല കംപ്ലൈൻസും വന്നിരുന്നു, സാധനങ്ങൾ കുറവാണ്, അങ്ങനത്തെ ഒരു കംപ്ലൈൻസും ഇപ്രാവശ്യം വരില്ല എന്ന് ലാലേട്ടൻ പറയുന്നു. അങ്ങനെ കംപ്ലൈന്റുകളൊന്നും വരാതിരിക്കാനാണ് ഇത്ര മനോഹരമായിട്ട് കിച്ചൺ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂംസ് കാണിക്കുന്നുണ്ട്. ബെഡ്റൂം കാണിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഒരു ബെഡ്റൂമേ കാണിക്കുന്നുള്ളൂ. ഒരു മീഡിയം വലുപ്പമേ ഉള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ബെഡ്റൂമാണ്. പക്ഷെ ഇത്രയും പേർക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു മീഡിയം സൈസ് തോന്നുന്നുള്ളൂ ബെഡ്റൂമിന്. ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ, അതുകൊണ്ട്. അപ്പോൾ എന്നാലും ബെഡ്റൂം ഉള്ള വലിപ്പത്തിലുള്ള ബെഡ്റൂം നല്ല എലിഗന്റ് ആയിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വെച്ചിരിക്കുന്നതായിട്ട് തോന്നി. അതുപോലെ തന്നെ വാഷ്റൂം ആയാലും നല്ല രീതിയിൽ അതിൻ്റെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ വാഷ്റൂമിലും കൊടുത്തിട്ടുണ്ട്. നിറയെ തത്തമ്മകളെയൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായ ആർട്ട് വർക്കും കാര്യങ്ങളും ഒക്കെ വാഷ്റൂമിനാണെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുറത്തെ വ്യൂസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂം. അതുപോലെ തന്നെ എല്ലാ റൂംസ് ആയാലും വളരെ നല്ലൊരു എലിഗന്റ് സ്റ്റൈലിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാലസ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഡെക്കറേഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. ലാലേട്ടനോട് എന്തൊക്കെയോ ചോദിക്കുകയാണ് ബിഗ് ബോസ് വിശേഷങ്ങൾ പറയാനെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ലാലേട്ടൻ ഞാൻ പറയാം ബിഗ് ബോസെ ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ബിഗ് ബോസ് വീടിന്റെ ഇന്റീരിയർ കാണിക്കാനായിട്ട് കൊച്ചു കുട്ടികളുടെ കൗതുകത്തോടു കൂടി ഇങ്ങനെ ഓടി നടക്കുകയാണ് ആ ഒരു ഇന്റീരിയർ കാണിക്കാനായിട്ട്. നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ആരോ പറഞ്ഞിരുന്നു ലാലേട്ടന് കൊച്ചു കുട്ടികളുടെ കൂട്ടത്തെ കൗതുകമാണ് എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ എന്ന്. നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ലാലേട്ടന്റെ ഈ ഒരു ബിഗ് ബോസ് ഹൗസ് കാണിക്കാനുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പ്രേക്ഷകരെ കാണിക്കാനുള്ള ഇങ്ങനെ ഒരു കൗതുകവും ആകാംക്ഷയും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് കൊച്ചു കുട്ടികളെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വളരെ കൗതുകത്തോടു കൂടി ആണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പണിപ്പുര എന്ന് പറഞ്ഞിട്ടൊരു റൂം കൂടെ കാണിക്കുന്നുണ്ട്. പണിപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം വന്നിരിക്കുന്ന മത്സരാർത്ഥികൾക്കെല്ലാം പണി കൊടുക്കാനുള്ള ഒരു മുറിയാണ് എന്നും പറയുന്നുണ്ട്. ഇപ്രാവശ്യം പലതവണ പറയുന്നുണ്ട് വരുന്നവർക്കെല്ലാം നല്ല പണി ആണ് കൊടുക്കാൻ പോകുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇപ്രാവശ്യം എന്തൊക്കെയോ നല്ല നല്ല ഗെയിംസ് കരുതി വെച്ചിട്ടുണ്ട് വരുന്നവർക്കെല്ലാം പണി കൊടുക്കാനായിട്ട്. ഈ മത്സരാർത്ഥികൾ തന്നെ കൊണ്ടുവന്ന ഇവരുടെ വാല്യുബിൾസിലും ഇവരുടെ മറ്റ് സാധനങ്ങളിലും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവർക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ ഇവർ അച്ചീവ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും ടാസ്ക് വെച്ചിരിക്കുകയാണ്. ആ ടാസ്ക് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ബാക്കി ഇവരുടെ വാല്യുബിൾ ആയിട്ടുള്ള ആ ബിഗ് ബോസ് ഹൗസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളെല്ലാം അവർക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ കൂടെ എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഗെയിം വളരെ അധികം സീരിയസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അങ്ങനെ ആദ്യമായിട്ട് വരുന്ന മത്സരാർത്ഥി അനീഷ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ് ആദ്യമായിട്ട് വരുന്നത്. അദ്ദേഹം എഴുത്തുകാരനും കർഷകനും ആണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അനുമോള് വരുന്നുണ്ട്. അനുമോള് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, ആങ്കറും ആക്ട്രസും ഒക്കെയാണ്. അതുപോലെ തന്നെ ഷാനവാസ് ഷാനു വരുന്നുണ്ട്. അദ്ദേഹവും ഒരു ആക്ടറാണ്.
ഒരുപാട് സീരിയൽസിൽ കൂടെയൊക്കെ എല്ലാവർക്കും പരിചയമുള്ള. പിന്നീട് ആദില, നൂറ, അതുപോലെ രേണു ഇവരൊക്കെ വരുന്നുണ്ട്. ഇവരെ എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇവരുടെ ഓരോ വീഡിയോസ് വരുമ്പോഴും അതൊക്കെ തന്നെ വളരെ ചർച്ചയാവാറുണ്ട്. ആദില, നൂറയുടെ ആയാലും രേണുവിൻ്റെ ആയാലും. എന്നിട്ടും ഇവരൊന്നും ഇതിലൊന്നും തളരാതെ ഇപ്പോഴും മീഡിയ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്ന ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെ ഈ ചീത്ത വിളിക്കുകയോ ഒപ്പോസ് ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് എന്ന് തന്നെ പറയാം. കാരണം ഇവരെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഓരോ കമന്റ് അവരുടെ വീഡിയോയ്ക്ക് താഴെ ഇടുമ്പോഴും ഇതെല്ലാം ഇവർക്ക് നല്ല റീച്ചാണ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവർക്ക് നല്ല പബ്ലിസിറ്റി കിട്ടുകയാണ് ഇതിൽ കൂടെ ഒക്കെ. അങ്ങനെ ഇവരെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഈ വന്നവരിൽ മിക്കവരും തന്നെ പറയുന്നുണ്ട് അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ചില വീക്ഷണങ്ങളുണ്ട്. അതെല്ലാം ഇവർ ഈ ബിഗ് ബോസ് ഹൗസിൽ കൂടെ പ്രേക്ഷകരെ അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതിലെ പല മത്സരാർത്ഥികളും പറയുന്നുണ്ട്. അവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റ് അവർ വളരെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും അതുപോലെ തന്നെ അവര് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വളരെ റിയലായിട്ട് തന്നെ നിൽക്കും എന്നും ഇതിലുള്ള മിക്ക ആളുകളും പറയുന്നുണ്ട്. ഇതില് ആദില ആൻഡ് നൂറ ഇവരെ രണ്ടുപേരാണെങ്കിലും ഒരു മത്സരാർത്ഥിയായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്, ഒരാളായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഒരാളെ എതിർത്തുകൊണ്ട് ആരെങ്കിലുമൊക്കെ മുൻപോട്ട് വന്നാലും ഇത് രണ്ടുപേരെയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. മീൻസ് രണ്ടുപേര് ഒരാളായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇവർ രണ്ടല്ല ഒന്നാണ് എന്നുള്ള രീതിയിൽ ആണ് ഇവര് ഇതില് ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരെ ഒന്നെന്നുള്ള കോൺസെപ്റ്റില് ഇതിനു മുൻപും പല മത്സരാർത്ഥികളും ബിഗ് ബോസിൽ വന്ന് ഗെയിം കളിച്ചിട്ടുണ്ട്. അത് ഇതിനു മുൻപുള്ള ബിഗ് ബോസ് ഷോ കണ്ട ആൾക്കാർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയായിരിക്കും ഇങ്ങനെ രണ്ടുപേരെ ഒന്നായിട്ട് കളിക്കുന്ന കോൺസെപ്റ്റിനെ കുറിച്ച്. എനിവേ ഇവരും അങ്ങനെ രണ്ടുപേരെ ഒന്നായിട്ടാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇവർ കുട്ടിക്കാലം തൊട്ട് ഒന്നിച്ച് പഠിച്ചവരാണ്. ഒന്നിച്ച് പഠിച്ചിട്ട് ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ ഇവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനം എടുക്കുകയായിരുന്നു. അത് വളരെ വിപ്ലവം ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നതും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടെ അത് കണ്ടതും കേട്ടതും ഒക്കെയാണ്. ഇവർക്കെതിരായിട്ട് വന്ന ന്യൂസും കാര്യങ്ങളും ഒക്കെ വാട്ടവർ അവരതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ മുൻപോട്ട് പോയി. അങ്ങനെ അവരിപ്പോൾ ലാസ്റ്റില് ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് ബിഗ് ബോസ് ഓരോ എപ്പിസോഡ് കാണുമ്പോഴും മനസ്സിലാവും. ഇതിൽ ചിലപ്പോൾ നേരത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഇനിയും ചിലപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടാം, ഇഷ്ടമുള്ളവരെ ചിലപ്പോൾ വെറുക്കാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ ആരൊക്കെയായിരിക്കും റിയലായിട്ട് ഗെയിം കളിക്കുന്നത്, ആരൊക്കെയായിരിക്കും ഫേക്ക് ആയിട്ട് ഗെയിം കളിക്കുന്നത്, ഇതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നീട് ഇവര് നോക്കുമ്പോൾ ഇവരുടെ ഡ്രസ്സിന്റെ ഒക്കെ ലഗേജ് ഒക്കെ ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവരുടെ സാധനങ്ങളിൽ പകുതിയും ഇല്ല. അതിനകത്തില് പകുതി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി പകുതി സാധനങ്ങൾക്ക് പകരം വേറെ എന്തൊക്കെയോ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി അവര് തിരിച്ച് വീണ്ടെടുക്കണമെങ്കിൽ അവർ തന്നെ ടാസ്ക് അച്ചീവ് ചെയ്ത് ടാസ്ക് ഒക്കെ ചെയ്ത് ജയിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവരുടെ ബാക്കി സാധനങ്ങൾ തിരിച്ച് കിട്ടത്തുള്ളൂ. എനിവേ വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. പ്രത്യേകിച്ച് ബിഗ് ബോസ് വീടിനകവും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ആ ഒരു പ്രസന്റേഷൻ ചെയ്യുന്ന ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് ലാലേട്ടൻ വളരെ എക്സൈറ്റഡ് ആയിട്ടും വളരെ മനോഹരമായിട്ടും ഓരോ കാര്യങ്ങളും വീട്ടിനകത്തേത് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയുടെ കാര്യം പറഞ്ഞാൽ ഡൈനിങ് ഏരിയ ആണെങ്കിലും വളരെ നല്ലൊരു ക്ലാസി ലുക്കായിട്ട് തോന്നി. ഡൈനിങ് ഏരിയ ഒരുപാട് അങ്ങ് വലുതൊന്നുമല്ല, ബട്ട് സ്റ്റിൽ വളരെ നല്ലൊരു ക്ലാസി ലുക്ക് ഫീൽ ചെയ്തു ഡൈനിങ് ഏരിയയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട്. അതുപോലെ തന്നെ ഒരുങ്ങാനുള്ള ഒരു ഏരിയയും ഉണ്ടായിരുന്നു. മത്സരാർത്ഥികൾക്ക് ഒരുങ്ങാനായിട്ടുള്ള അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന ഒരു കുറച്ച് വാചകവും കൂടെ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ശരിയല്ലേ? പലരെ കാണുമ്പോഴായിരിക്കും ഭംഗി തോന്നുന്നത് അല്ലേ? ഓരോരുത്തർക്കും ഓരോ ആൾക്കാരെ കാണുമ്പോഴായിരിക്കും ഭംഗി തോന്നുന്നത്. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്നുള്ളൊരു കോയിട്ട് കൂടെ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിവേ വളരെ മനോഹരമായിട്ടുള്ളൊരു ബിഗ് ബോസ് ഹൗസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കോമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.